പ്ലാസ്റ്റിക്. നമ്മുടെ ഭൂമിയും ജലവും വായുവുമെല്ലാം ഒരുപോലെ നേരിടുന്ന പ്ലാസ്റ്റിക്കിനെതിരെ ഞങ്ങൾ അലമിൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന യജ്ഞത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. നിങ്ങൾ എന്നെ കുപ്പിയിലും കവറിലും എന്തിന് അരിയിൽ വരെ എന്നെ ചേർത്തിരിക്കുന്നു. ഞാനൊരു പാവം ഉപകാരി, പക്ഷേ നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല. ഞാൻ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഈ ഭൂമിയെ നശിപ്പിക്കും. അതിനു മുമ്പ് മനുഷ്യചരാചരങ്ങളെ ഞാൻ അസുഖങ്ങൾക്ക് തീറ്റയായി ഇട്ടുകൊടുക്കുകയും ചെയ്യും. ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പുൽപ്പൊടി പോലും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ എന്റെ അവസ്ഥ? ജീവന്റെ ഉത്ഭവത്തിന് ആധാരം കാണിച്ച് ഞാൻ ഇതും ഭംഗി എഴുതിക്കൊണ്ടിരുന്നതായിരുന്നു. പുഴകളും തോടുകളും എല്ലാം ഭൂമിയിൽ എഴുതിച്ചേർക്കുന്ന ഉമിനീരാണ്. നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ അവശയാണ്. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ എന്റെ നെഞ്ചിലാണ് വന്ന് ചേരുന്നത്. ലോകം മുഴുവൻ ശുദ്ധജലത്തിന് വേണ്ടി അലയുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്താണ് തുറക്കാത്തത്? നിങ്ങളുടെ ചിന്തകൾ എന്താണ് ഉണരാത്തത്? ഞാനാണ് നിങ്ങളെ താങ്ങുന്നത്. ഞാൻ സർവ്വം സഹായാണ്. നിങ്ങളെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു നിരത്തുമ്പോഴും ഞാൻ നിശബ്ദനായിരുന്നു. നിങ്ങൾക്ക് അന്നമുട്ടുന്ന എനിക്ക് എന്തിനാണ് ഈ വിശ്വാസങ്ങൾ? എന്നോട് കൂടിച്ചേരാൻ ഇഷ്ടമില്ലാത്ത ഈ പ്ലാസ്റ്റിക് എനിക്ക് വേണ്ട. നിങ്ങളുടെ ബുദ്ധിശൂന്യത നിങ്ങൾക്ക് തന്നെ വിനയാണ്. ക്യാൻസർ ബാധിച്ച ഗ്രാമം. ഒരു പ്രദേശത്തെ ജനങ്ങളെല്ലാം ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ ഈ ഗ്രാമത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെന്നാണ് സത്യം. അച്ഛൻ, അമ്മ, മകളടങ്ങുന്ന ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. മണ്ണും ജലവും വായുവും എല്ലാം പ്ലാസ്റ്റിക് എന്ന ഭീകരനെ അടിയറവെച്ചത് നമ്മുടെ ഈ ഭൂമി ഇതെങ്ങോട്ടാണ്? പുനരുദ്യോഗവും പുനരുത്പാദനവും കഴിഞ്ഞ് പ്ലാസ്റ്റിക് അമരനായി നമ്മുടെ ഈ ഭൂമിക്ക് വിലസുന്നു. എവിടെ നിന്ന് തുടങ്ങും പ്ലാസ്റ്റിക് വചനം? എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നമ്മളിൽ നിന്ന്. വലിച്ചെറിയേണ്ടത് പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ ചിന്താഗതിയെയാണ്. ഉറങ്ങുന്നവരെ ഉണർത്തുവിൻ. പൊരുതാ നമുക്കൊന്നായി പ്ലാസ്റ്റിക്കിനെതിരെ.